ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഒത്തിരി നാളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളിൽ ഉത്തരം കിട്ടാതെ കിടക്കുന്ന ചില പ്രയാസപ്പെട്ട കാര്യങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് നിങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഉത്തരം ലഭിച്ചിരിക്കും. എങ്ങനെയാണ് കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത്? എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുന്നത്? എന്താണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ എങ്ങനെയാണ് നാം സ്വീകരിക്കേണ്ടത്? എല്ലാം ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തി തരും. ഇന്ന് നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ പൗലോസ്ലീഹായുടെ ഈ ലേഖനത്തിൽ നിന്നെടുത്ത തിരുവെഴുത്ത് ആന്തരിക സമാധാനത്തിൻ്റെ ആഴമേറിയ രഹസ്യം പങ്കുവയ്ക്കുന്നു. കഠിനാധ്വാനം കൊണ്ട് നേടിയെടുത്ത തൻ്റെ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധ പൗലോസ്ലീഹ എഴുതുന്നത്. തൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ് ഈ ലേഖനം അദ്ദേഹം എഴുതിയത്. സമൃദ്ധമായി സകലതും ഉണ്ടെങ്കിലും ഒന്നും ഇല്ല എങ്കിലും കുറവുണ്ട് എങ്കിലും ജീവിതത്തിൽ സംതൃപ്തനായിരിക്കാൻ പൗലോസ്ലീഹ പഠിച്ചു. ഈ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ഈ രാവിലെ തന്നെ ദൈവത്തിൻ്റെ തിരുമുൻപിൽ നമ്മുടെ ജീവിതം ആരംഭിക്കുമ്പോൾ യഥാർത്ഥമായ സമാധാനം നമ്മുടെ സാഹചര്യങ്ങളെയല്ല, മറിച്ച് ദൈവം നൽകുന്ന ശക്തിയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന അറിവോടുകൂടെ ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ജയിലിൽ കഴിയുമ്പോൾ ആയിരുന്നു പൗലോസ്ലീഹ ഈ കത്ത് ഫിലിപ്പിയർക്ക് എഴുതുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വരത്തിൽ സന്തോഷവും നന്ദിയും നിറഞ്ഞിരുന്നു. പൗലോസ്ലീഹ വെളിപ്പെടുത്തുന്നത് സുഭിക്ഷതയിലും സമൃദ്ധിയിലും ഇല്ലായ്മയിലും നഷ്ടങ്ങളിലും കുറവുകളിലും എല്ലാ സാഹചര്യങ്ങളിലും സംതൃപ്തനായിരിക്കുന്നതിൻ്റെ രഹസ്യമാണ് അദ്ദേഹം നമ്മോട് വിശദീകരിക്കുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ രേഖപ്പെടുത്തുന്നത് നമ്മുടെ ശക്തി മറ്റ് ആഡംബര വസ്തുക്കളെയോ നമ്മുടെ സ്വത്തുവകകളിലോ നമ്മുടെ സുഭിക്ഷതയോ ആശ്രയിച്ചല്ല, മറിച്ച് ദൈവത്തിൻ്റെ ശക്തിയിലുള്ള നമ്മുടെ ആശ്രയമാണ് ജീവിതത്തിൽ എപ്പോഴും നമുക്ക് സമാധാനം നൽകുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ അനന്തമായ ശക്തി, നമ്മെ നിലനിർത്താൻ തക്കതായ ദൈവത്തിൻ്റെ അനന്തമായ ശക്തിയും എല്ലാ സാഹചര്യങ്ങളിലും നമ്മെ ശക്തിപ്പെടുത്തുന്നതിനുള്ള കഴിവും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന അവിടുത്തെ കരുതലും നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത അവിടുത്തെ വിശ്വസ്തതയും അവിടുത്തെ പര്യാപ്തതയുമാണ് ഇന്ന് നാം ഈ വചനത്തിൽ കൂടി മനസ്സിലാക്കുന്നത്. സമൃദ്ധിയിലും കുറവിലും സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് സമാധാനം, ഹൃദയം നിറച്ച് സമാധാനമുണ്ടാകും. ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും ഓരോ ആഗ്രഹങ്ങളെയും സാധിക്കാത്തതുകൊണ്ട് ഉള്ള ഉത്കണ്ഠ വേണ്ട, പകരം നിങ്ങളുടെ ഹൃദയത്തിൽ ശക്തി നിറയട്ടെ. എല്ലാ അവസ്ഥകളിലും നിങ്ങളെ നയിക്കുന്നവനെക്കുറിച്ച് നിങ്ങൾ ഇന്നു മുതൽ ചിന്തിക്കുക. നിങ്ങളെ സംതൃപ്തിയോടെ ഈ ദിവസത്തെ നേരിടുവാൻ നിങ്ങളുടെ ഹൃദയത്തെ സജ്ജമാക്കുന്നു. അത് ആശ്വാസമോ ബുദ്ധിമുട്ടോ പ്രതിസന്ധിയോ വെല്ലുവിളികളോ വന്നാലും ദൈവം നൽകുന്ന ശക്തിയിലൂടെ വരുന്നതെന്തും നിങ്ങൾക്ക് നേരിടാൻ കഴിയും എന്ന് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് കർത്താവ് ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ മന്ത്രിക്കുന്നു. എല്ലാറ്റിലും ഉപരി ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക. എല്ലാ ഉയർച്ചയിലും താഴ്ചയിലും ദൈവത്തിൻ്റെ ശക്തിയിൽ മാത്രം ആശ്രയിക്കുന്നവർക്ക് എപ്പോഴും ഹൃദയത്തിൽ സംതൃപ്തിയുണ്ടാകും. എന്തൊക്കെയുണ്ടെങ്കിലും ഇല്ല എങ്കിലും ഉയർച്ചയിലും വിജയത്തിലും തകർച്ചയിലും നഷ്ടത്തിലും ലാഭത്തിലും നിങ്ങൾ സംതൃപ്തരായിരിക്കും. എന്തെന്നാൽ നിങ്ങളുടെ ഹൃദയം വേരൂന്നിയിരിക്കുന്നത് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിലാണ്. അതിനാൽ ഈ പ്രാർത്ഥനയിൽ ഇന്ന് നിങ്ങളുടെ ഹൃദയം തുറക്കുക. നമ്മുടെ ഇല്ലായ്മയും നമ്മുടെ സുഭിക്ഷതയിലും ദൈവമേ നിന്നിൽ
ആശ്രയിക്കാൻ, നിന്റെ ശക്തിയിൽ ആശ്രയിക്കാൻ, നിന്റെ അനന്തമായ സ്നേഹത്തിൽ വേരൂന്നി ജീവിക്കാൻ ഇന്ന് എന്നും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് തിരുവചനം കേൾക്കാം. ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ദൈവം നിന്നെ ശക്തനാക്കുന്നു, ശക്തിയാക്കുന്നു. നിനക്ക് സകലതും അവിടുത്തെ കൃപയാൽ ചെയ്യാൻ സാധിക്കും. ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ജീവിക്കാനും സാധിക്കും. അതിനാൽ നമ്മെ ശക്തനാക്കുന്ന ദൈവത്തിൻ്റെ കരം പിടിച്ച് ഇന്ന് ജീവിക്കാൻ അവിടുത്തെ തിരുവചനം നമ്മെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ ഇപ്പോൾ വീണ്ടും എന്നോട് താല്പര്യം കാണിക്കുന്നതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിക്കുന്നു. ഈ താല്പര്യം നിങ്ങൾക്ക് പണ്ടും ഉണ്ടായിരുന്നതാണ്, എന്നാൽ അത് പ്രകടിപ്പിക്കാൻ അവസരമില്ലായിരുന്നല്ലോ. എനിക്ക് എന്തെങ്കിലും കുറവുള്ളതുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. കാരണം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം. സമൃദ്ധിയിൽ ജീവിക്കാനും ഏത് സാഹചര്യത്തിലും കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അതേ, സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലുമെല്ലാം എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ വിളിച്ചുണർത്തിയ അങ്ങയുടെ അനന്ത സ്നേഹത്തിൽ ഞങ്ങൾ വേരൂന്നി ജീവിക്കാൻ ഇന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ നല്ലൊരു ഉറക്കം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നു. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതും ചെയ്യാൻ കഴിയാത്തതുമായ കാര്യങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചിരിക്കുന്നതും പ്രതീക്ഷിക്കാത്തതുമായ കാര്യങ്ങൾ, അപ്രതീക്ഷിതമായുള്ള വെല്ലുവിളികൾ, ഞങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ടതായ ജോലികൾ, ഉത്തരവാദിത്തങ്ങൾ, ഞങ്ങൾക്ക് കൊടുത്തു തീർക്കേണ്ടതായ സാമ്പത്തിക കടബാധ്യതകൾ, ജോലിയെക്കുറിച്ചുള്ള അരക്ഷിതാവസ്ഥ, കുടുംബത്തിലെ ദുസ്സഹമായ അവസ്ഥകൾ, പരസ്പരം മനസ്സിലാക്കാതെ പരസ്പരം കുറ്റം ആരോപിച്ചുകൊണ്ട് അസമാധാനത്വത്തിൽ കഴിയുന്ന കുടുംബാംഗങ്ങൾ, ഇവരെല്ലാം ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. വ്യവസ്ഥാപിതമായും തന്ത്രപരമായും ജീവിക്കുവാൻ, ജോലി ചെയ്യുവാൻ അവിടുത്തെ ശക്തി ഞങ്ങൾക്ക് ആവശ്യമാണ്. കർത്താവേ, ഈ പുതിയ യുഗത്തിൽ, ഈ പുതിയ നിലവാരത്തിൽ ജീവിതം പടുത്തുയർത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ജോലി മേഖലയിൽ പുതിയ നിലപാടുകൾ സ്വീകരിക്കുവാൻ, വ്യവസ്ഥാപിതമായി ജോലി ചെയ്യാൻ, തന്ത്രപരമായി ജോലി ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, പുതിയ തലമുറയുടെ കൂടെ പഴയ തലമുറ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ, ആന്തരികമായ വേദന, നിസ്സഹായത, സമാധാനമില്ലായ്മ, സ്വന്തം വൈദഗ്ധ്യത്തിലുള്ള സംശയം, ഇവയെല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, പുതിയ നിലവാരത്തിൽ ഞങ്ങൾ ജീവിക്കുന്നതിന്, ഞങ്ങളുടെ ജോലി മേഖലയിൽ കൂടുതൽ വൈദഗ്ധ്യം കാട്ടുന്നതിന്, കൂടുതൽ തന്ത്രപരമായി കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സംസാരിക്കാനും കർത്താവെ, നിന്റെ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. കഴിഞ്ഞ കാലത്തിലുള്ള ജീവിതം പോലെയല്ല, കഴിഞ്ഞ കാലത്തിലുള്ള ചിന്തകളോ വാക്കുകളോ പ്രവൃത്തികളോ പോലെയല്ല. ഈ സമയത്ത് ഈ നിലവാരമനുസരിച്ച് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ അറിവുകളെ, പുതിയ പുതിയ ലക്ഷ്യങ്ങളെ എല്ലാം ലക്ഷ്യം വെച്ച് ഞങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തിൽ ഞങ്ങൾ ഉയർന്ന് ചിന്തിക്കുവാനും ഉയർന്ന് നിലവാരം പുലർത്തുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. പഴയതെല്ലാം കടന്നുപോയി, എല്ലാം ഞാൻ നവീകരിക്കുന്നു എന്ന് അരുളി ചെയ്ത കർത്താവ് ഈശോ മിശിഹായെ, ഇന്ന് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നതിനും അത് വൈദഗ്ധ്യത്തോടെ ചെയ്തു തീർക്കുന്നതിനും കർത്താവെ, പുതിയ തലമുറയോടുകൂടെ ഞങ്ങളും കിടപിടിക്കുന്നതിന് കർത്താവെ, നിന്റെ ശക്തിയും ജ്ഞാനവും അറിവും നിലവാരവും ഞങ്ങൾക്ക് ആവശ്യമാണ്. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന്
എഴുതിയ വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് അസാധ്യമായത് അങ്ങേക്ക് സാധ്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, എന്തെന്നാൽ ഞങ്ങളുടെ ശക്തി, ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ സംതൃപ്തി, ഞങ്ങളുടെ സന്തോഷം എല്ലാം അങ്ങയിൽ നിന്ന് വരുന്നു. അങ്ങാണ് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന ദൈവം. അങ്ങയിലാണ് ഞങ്ങളുടെ ജീവിതം വേരൂന്നിയിരിക്കുന്നത്. അതിനാൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും എന്തൊക്കെ നേടിയെടുത്താലും ഞങ്ങളുടെ സന്തോഷം അങ്ങയിൽ മാത്രമാണ്. അതിനാൽ തന്നെ എപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്നിൽ ആശ്രയിക്കുന്നവർക്ക്, നിന്നിൽ ശരണപ്പെടുന്നവർക്ക് എപ്പോഴും സന്തോഷിക്കുവാനും സംതൃപ്തമായി ജീവിക്കുവാനും ഏത് സാഹചര്യത്തിലും സംതൃപ്തി കൈവിടാതെ, സമാധാനം കൈവിടാതെ ജീവിക്കാൻ സാധിക്കും. അതിനാൽ ഞങ്ങളുടെ അസാധ്യങ്ങളിൽ, ഞങ്ങളുടെ നിസ്സഹായതയിൽ, ഞങ്ങളുടെ അറിവില്ലായ്മയിൽ, ഞങ്ങളുടെ കഴിവില്ലായ്മയിൽ, ഞങ്ങളുടെ കുറവുകളിൽ, ബലഹീനതയിൽ നിന്റെ ശക്തി വെളിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ അറിവ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത്, നിന്റെ തന്ത്രങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ച്, നിന്റെ വ്യവസ്ഥാപിതമായ ജീവിതം ഞങ്ങൾക്ക് പറഞ്ഞു തന്ന്, എല്ലാം അച്ചടക്ക ബോധത്തോടെ ചെയ്യുന്നതിന്, എല്ലാം ക്രമമായി ചെയ്യുന്നതിന്, വൈദഗ്ധ്യത്തോടെ ചെയ്യുന്നതിന് ഞങ്ങൾക്കിന്ന് ഉന്നതങ്ങളിൽ നിന്നുള്ള ശക്തി നൽകി അനുഗ്രഹിക്കണമേ. അങ്ങ് ഞങ്ങളുടെ അന്തരാത്മാവിനെ ശക്തിപ്പെടുത്തി എല്ലാ കാര്യങ്ങളും ഉന്നതമായ നിലവാരം പുലർത്തി ചെയ്യുന്നതിനും ചിന്തിക്കുന്നതിനും സംസാരിക്കുന്നതിനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കരുണയോടെ കാത്തുകൊള്ളണമേ. കർത്താവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഒരു സഹോദരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദേഹം മുഴുവൻ ഈ കഴിഞ്ഞ ദിവസം ചൊറിച്ചിൽ കാരണം അസ്വസ്ഥത അനുഭവിക്കുന്ന ഈ മകളുടെ മേൽ നീ കരുണയുണ്ടായി നിന്റെ തിരുരക്തം ആ ശരീരത്തിലേക്ക്, ആ ചർമ്മത്തിലേക്ക് ഒഴുക്കി ആ ചൊറിച്ചിൽ എന്നേക്കുമായി മാറിപ്പോകട്ടെ. നീ അവൾക്ക് സൗഖ്യം കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക കടബാധ്യതകളിൽ അകപ്പെട്ടുപോയ എല്ലാവരെയും ഓർത്തു പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവേ, നിന്റെ ശക്തിയിലും നിന്റെ സമൃദ്ധിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു. സമ്പത്തിൻ്റെ ഉറവിടമായ ദൈവമേ, സാമ്പത്തിക മേഖലയിൽ ഞങ്ങളെ ഉയർത്തണമേ. വരുമാന മേഖലയെ സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രോഗികളായവരുടെ മേൽ ഇപ്പോൾ നീ കരം വെച്ച് സൗഖ്യം കൊടുക്കണമേ. ആശുപത്രിയിലായിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം ആശുപത്രിയിൽ നിന്ന് സൗഖ്യപ്പെട്ട് ഡിസ്ചാർജായി പോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. മക്കളെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ മടിയുള്ള, ജോലിക്ക് പോകാൻ മടിയുള്ള ചില സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കാരുണ്യമാണ്, നിന്റെ ശക്തിയാണ് ഞങ്ങളെ നിലനിർത്തുന്നത്. അതിനാൽ ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും നല്ല ഒരു ജീവിതം ജീവിക്കുവാൻ, സംതൃപ്തിയോടെ ജീവിക്കുവാൻ, ഏത് സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, അനുഗ്രഹിക്കണമേ, സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ ദിവസം തൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ സംതൃപ്തിയാൽ ഏത് സാഹചര്യങ്ങളിലും സംതൃപ്തിയാൽ ദൈവികമായ സമാധാനത്താൽ നിങ്ങൾ നിറയട്ടെ. എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു പോകുന്ന നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകം സംരക്ഷണം ലഭിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനം ഇന്ന് കർത്താവ് നിലനിർത്തട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിയോഗങ്ങൾ ഇന്ന് അവിടുന്ന് സാധിച്ചു തരട്ടെ. എല്ലാ കാര്യത്തിലും ദൈവാധീനം ഇന്ന് നിങ്ങൾക്ക് ധാരാളമായി ഉണ്ടാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.